ഹലോ മൈ ഡേ യൂട്യൂബ് ഫാമിലി, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റൂം റെനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കിടക്കുന്ന റൂമാണ്. തൽക്കാലത്തേക്ക് നമ്മുടെ ഒരു ക്രാഫ്റ്റ് ഏരിയ, അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ റൂമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പല്ലൊക്കെ തേച്ച് റെഡിയായി മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആദ്യം തന്നെ കുളിച്ചു റെഡി ആയിട്ടാണ് ഞാൻ എൻ്റെ വർക്കിലേക്ക് വന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. രാവിലത്തെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ സൺലൈറ്റ് അടിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ്. നമുക്ക് നമ്മളെ റൂം തന്നെ കാണുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അപ്പം ഈ ഒരു ബോട്ടിൽ ഫുൾ വാട്ടർ ഞാൻ രാവിലെ കുടിക്കാറുണ്ട്. നമ്മുടെ ഫേസും ബോഡി എപ്പോഴും ഹെൽത്തി ആയിരിക്കണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പല സ്കിൻ പ്രോഡക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും, സ്കിൻ കെയറും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സൊന്നും അല്ല ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ അച്ഛൻ്റെ ടീഷർട്ടാണ്. കാരണം എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണ്. പിന്നെ അതിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു ബോയിൽഡ് എഗ്ഗും പിന്നെ ഒരു പഴവും ആണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്കിലേക്ക് വന്നു. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കിടക്കുന്ന പറഞ്ഞ റൂമുണ്ടല്ലോ, അതാകുമ്പോൾ അത്യാവശ്യം ചെറിയ റൂമാണ്. അപ്പോൾ വേഗം ക്ലീനിങ് ചെയ്യാമെന്ന് വെച്ചാൽ, പക്ഷേ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ എടുത്ത് മാറ്റാനുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ്. കാരണം അത്യാവശ്യം കുറച്ച് ബിസി ആയിരുന്നു. ഞാനൊരു 2-3 ഡേയ്സ് ഞാൻ വീഡിയോസ് പോലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റായി പോയത്. ഇതിൻ്റെ അടിയിലൊരു ഡ്രോയർ ഉണ്ടായിരുന്നു. 2 ഡ്രോയർ ഉണ്ടായിരുന്നു. അതിനകത്താണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ വെക്കുന്നത്. അത് ഞാനിപ്പം തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റൂമിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. കാര്യം എൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് ഇതെൻ്റെ അനിയത്തിയുടെ സ്റ്റഡി ടേബിളാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ തൽക്കാലം പഠിക്കുന്നത്. എൻ്റെ ടേബിൾ ഇനി പുതിയത് വാങ്ങിക്കണം. ആദ്യമുള്ളത് ഞാൻ താഴത്തെ റൂമിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പം പുതിയതിനി അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയിട്ടാവും. അതും എൻ്റെ റെനോവേഷൻ്റെ ഒരു പാർട്ട് തന്നെയാണല്ലോ നമ്മുടെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിൻഡോസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. അത് നനച്ച് തുടക്കണമല്ലോ, അതിന് വേണ്ടി ഞാൻ എൻ്റെ അനിയത്തിനെയാണ് വിളിച്ചത്. പിന്നെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ റൂമിൽ അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ വന്നപ്പം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും ചെറിയ റൂമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ക്ലീനിങ് ഇനിയും കഴിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത്യാവശ്യം ലോങ് ആയിട്ട് ഫീൽ ചെയ്യും, ലൈക്ക് ഇങ്ങനെ ലാഗിങ് ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും. അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ 2-3 ഡേയ്സ് ഞാൻ ബിസി ആയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തിരക്കിട്ടിട്ടാണ് എല്ലാ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്ത് വിടുന്നത്. അപ്പം മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ക്രോപ്പ് ചെയ്യാനോ ട്രിം ചെയ്ത് കളയാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല വീഡിയോസ്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഈ റൂമിൽ നിന്ന് കിട്ടിയ പൊടിയും മണ്ണും കണ്ടാൽ നിങ്ങൾക്ക് തോന്നില്ല ഞങ്ങൾ കിടക്കുന്ന റൂമിൽ നിന്ന് കിട്ടിയതാണ് എന്ന്. ആൻഡ് ഫൈനലി ദിസ് ഈസ് മൈ റൂം. അയ്യേ, ഇതാണോ റൂമെന്ന് ചോദിക്കരുത്. കാര്യം ഇപ്പം എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. കാരണം ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതൊക്കെ ഞാൻ മാറ്റിയിട്ട് എൻ്റെ ഐഡിയാസിൽ കൊണ്ടുവരാനുള്ള ഡ്രീമിലാണ് ഞാൻ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാലോ, ഒരു റൂം നമ്മൾ റെനോവേറ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ പണിയൊന്നുമല്ല. നിങ്ങളുടെ ബെഡ്, അതുപോലെ നമ്മുടെ കബോർഡ്, ഈ വക സാധനങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രമൊന്നും ആവില്ല. പിന്നെ ചെറിയ കുറച്ച് നമ്മുടെ ക്രിയേഷൻസും കാര്യങ്ങൾക്കും ലൈക്ക് ക്രിയേറ്റിവിറ്റിയൊക്കെ നമ്മൾ കൊണ്ടുവരണമല്ലോ.
ഒരു റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ, ടു ബി ഹോണസ്റ്റ് എനിക്ക് മടുത്തു പോയി. എനിക്ക് അറിയില്ല എനിക്ക് ചെയ്യണോ, എനിക്ക് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു ഫീല് വന്നു. ഓക്കെ, കാര്യം തന്നെ ആരും ഏൽപ്പിച്ചതൊന്നുമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ആൻഡ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പം അതിന് ഒരു രസമൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് ശരി തന്നെ. പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ നല്ല ടയേർഡായി. പിന്നെ പകുതിക്ക് വെച്ച് എൻ്റെ അനിയത്തീനെ അവളുടെ ഫ്രണ്ട്സ് കൂട്ടാനും വന്നു. പിന്നെ കംപ്ലീറ്റ് ഞാൻ ഒറ്റക്കായി. ആ വിൻഡോൻ്റെ പുറത്ത് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നതാണ് ഞാൻ തൽക്കാലം യൂസ് ചെയ്യുന്ന എൻ്റെ സ്റ്റേഷനറി ഐറ്റംസ്. തൽക്കാലം ഇത് വെക്കാനുള്ള സ്പേസ് എൻ്റെ അടുത്ത് ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്. എനിക്കും കാണുമ്പോൾ വലിയ ഇഷ്ടമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടൊക്കെയാണല്ലോ ഞാൻ ക്ലീനിങ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഈസ് മൈ ഫേവറേറ്റ് ട്രോളി, എൻ്റെ എല്ലാ അനിയത്തിയുടെയാണ്. അപ്പം തൽക്കാലം ഞാനാണത് യൂസ് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പോഴും എൻ്റെ സ്റ്റേഷനറി ഐറ്റംസ് കുറച്ചൊക്കെ ഞാൻ വിൻഡോസിന് പുറത്ത് കയറ്റി വെച്ചിട്ടാണുള്ളത്. പിന്നെ ഇതെൻ്റെ തൽക്കാലം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ വാർഡ്രോബാണ്. അപ്പം ഇതിൽ എല്ലാ ഡ്രസ്സും കൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ അത് നീക്കാനും മാറ്റാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ അതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇളകി പോയി കഴിഞ്ഞാൽ പണി കിട്ടിയെന്ന് പറയാം. കാര്യം ജീൻസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യം ക്ലോത്ത്സ് തന്നെ കുറച്ച് ഹെവി ആയിരിക്കും. അപ്പോൾ അതൊന്നും ജസ്റ്റ് അവിടെ നിന്ന് ഇളകി പോയിന്നുണ്ടെങ്കിൽ താണിങ്ങ് വരും. അപ്പം നമ്മൾ ആ സാധനമൊക്കെ മാറ്റിയിട്ട് വേണം അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാൻ, അല്ലാതെ എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നോട് കുറേ ആൾക്കാർ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ആ ഒരു ടൈം പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബേബീസ് യൂസ് ചെയ്യുന്ന വാർഡ്രോബാണ്, അവരുടെ ക്ലോത്ത്സും കാര്യങ്ങളും വെക്കാൻ. എൻ്റെ അനിയത്തി എന്തിനാണ് അതിൻ്റെ പുറത്ത് കയറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് എല്ലാവരുടെ മോസ്റ്റ് ഓഫ് ദ വീടുകളിലും മുകളിലത്തെ റൂംസിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഞങ്ങളുടെ മുകളിലത്തെ റൂമൊന്നും ആരും അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെയായിരുന്നു ക്ലോത്ത്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അഴിച്ച് മാറ്റണമല്ലോ. എൻ്റെ ബെഡൊക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളെ ഞാൻ ഹെൽപ്പ് ചോദിച്ചത്. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ടാണ് മുകളിൽ കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ റൂം തുടച്ചു. ആൻഡ് അതിൻ്റെ കറക്റ്റ് ടൈമാണ് എൻ്റെ അനിയത്തിയുടെ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി അവർ ഫ്രണ്ട്സ് വിളിക്കാനായിട്ട് വന്നത്. ആൻഡ് അതിൻ്റെ സങ്കടത്തിൽ ഞാൻ ഇരിക്കുന്നതൊന്നും അല്ല കേട്ടോ, ടയേർഡായതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാൽക്കണി ഏരിയയാണ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നത്. എൻ്റെ തുടക്കൽ കണ്ടിട്ട് ആരും ചിരിക്കരുത്. ഇനിയും ഹാളും കൂടെ ഞാൻ തുടക്കാനുണ്ടല്ലോ, അതുപോലെ തന്നെ എൻ്റെ റൂമും ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്തിങ്ങനെ ആലോചിച്ചിരുന്നു പോയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ സീറ്റും കാര്യങ്ങളൊക്കെ പൊടി പിടിച്ചിരിക്കും. ഇവിടെ ഭയങ്കര പൊടിയാണ് ബാൽക്കണി ഏരിയയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോഴേക്ക് താഴെ നമ്മ സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നല്ല സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഇത് എൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ മീൻസ് പാട്ടൊക്കെ പാടുന്നതും ഇത് വെച്ചിട്ടാണ്. ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, മറന്നുപോയി, വിശപ്പുണ്ട്. പിന്നെ ഒരു ഈവനിങ് വരെ ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കു ഷേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ചിക്കു ഉണ്ടായിരുന്നു, പാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ചെയ്യാണ്. എന്നെ ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും വന്നിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങവക സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ആരും താങ്ക്സ് ഒന്നും പറയില്ല. എല്ലാവരും ഇങ്ങനെ ഫുഡ് കിട്ടുന്നുണ്ടല്ലോ കഴിക്കാമല്ലോ എന്നുള്ളൊരിതിലാണ്. റെസിപ്പിയൊന്നും പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമല്ലേ. പിന്നെ ഞാനെന്തിനാ വെറുതെ. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ടീ ഓർ കോഫി, അതിന് പുറമെയാണ് ഈ ചിക്കു ഷേക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുടിക്കുക. അല്ലാണ്ട് ഷേക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് ടീയോ കോഫി സ്കിപ്പ് ചെയ്യും അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ മതി എന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഫൈനലി സാധനം റെഡിയായി. പിന്നെ അതെന്നാലും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും, എന്നിട്ടേ കുടിക്കാറുള്ളൂ. പിന്നെ ഒരു ഈവനിങ് കുറച്ച് നൈറ്റൊക്കെ ആയപ്പം ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോയി, മീൻസ് ഷോപ്പിങ്ങിന് പോയി. അതും പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് റിവ്യൂ പറയാമല്ലോ എന്ന് എഴുതിയിട്ട് പോയതാണ്. ആൻഡ് കുഴപ്പമൊന്നുമില്ല. പിന്നെ പുതിയതായതുകൊണ്ടോന്ന് അറിഞ്ഞൂടാ, എല്ലാ സാധനങ്ങളൊന്നും നമുക്ക് ഉദ്ദേശിച്ചത് കിട്ടിയിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, ബട്ട് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ബ്രഷ് പെൻ, ഡോംസിൻ്റെ ബ്രഷ് പെന്ന് ആ വക സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കീ ചെയിൻസിനൊക്കെ അത്യാവശ്യം കുറച്ചധികം റേറ്റ് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ട് മനസ്സിലാവും ഈ സാധനങ്ങളൊക്കെ. പിന്നെ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു, വാങ്ങിക്കണം എന്നൊക്കെ എനിക്ക് തോന്നി. ബട്ട് കുഴപ്പമില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ. പിന്നെ തിരിച്ച് വന്നിട്ടാണ് ഞാൻ ചിക്കു ഷേക്ക് കുടിച്ചത്. പിന്നെ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ഇപ്പി നൂഡിൽസ് വാങ്ങിച്ചു. കുറേ ഞാൻ വാങ്ങിക്കാറ്, ഞാൻ കൂടുതലും നോറാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ വീട്ടിലേക്ക് കുറച്ച് എയർ ഫ്രഷ്നറും കാര്യങ്ങളും അങ്ങനത്തെ ബാഗ് പോലുള്ള സംഭവം ഉണ്ടല്ലോ,
അത് ഒരു 5-6 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡ്രസ്സ് വാഷ് ചെയ്യുമ്പം ഇതുപോലെ എന്തെങ്കിലും സ്മെല്ലുള്ള സാധനത്തിൽ മുക്കി വെക്കണം. അത് ഇന്നേ കമ്പനി അങ്ങനെ ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിന്നർ കഴിച്ചത്. പിന്നെ ലഞ്ചോ എടുത്തില്ല, ഡിന്നറും കൊടുക്കണമല്ലോ. പിന്നെ ഇത് എൻ്റെ റൂമിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഹാൻഡ് വാഷ്, പിന്നെ വാഷ് ബേസിനിലിടുന്ന ആ ഒരു ബോൾ സംഭവം. പിന്നെ ഇതെൻ്റെ നെയിൽ പോളിഷ്. എനിക്ക് ഈ ഒരു കളർ എന്തോ ഇഷ്ടമായി, വീഡിയോയിൽ ക്ലിയർ ഇല്ല. പിന്നെ ഇതൊരു ഹെയർ ആക്സസറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സെക്കൻഡും തേർഡും സ്റ്റഡ് കുത്തിയതിന് അതിന് വേണ്ടിയിട്ട് ചെറിയ കുറച്ച് കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും അമ്മയ്ക്കും ഷെയർ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു കൂടിൻ്റെ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കൂടാണ് ഞാൻ ഏറ്റവും യൂസ് ചെയ്യുന്നത്. അപ്പം അത് പിന്നെ 2 കീ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്കും എൻ്റെ അനിയത്തിക്കും. റെയിൻബോ എൻ്റെതും ഈ പിക്കാച്ചുൻ്റെത് അവളുടേതുമാണ്. ഞാൻ എന്തിനാണ് കീ ചെയിൻ വാങ്ങിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് കുറേ കീ ചെയിൻ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ അതിങ്ങനെ കൂട്ടി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് കൊടുത്തതും പിന്നെ എൻ്റെ അനിയത്തിക്കും കൂടെ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സെയിം സാധനം തന്നെ. പിന്നെ ചോക്ലേറ്റ് ഇല്ലാണ്ട് എന്ത് ഷോപ്പിംഗ് ആണ്. ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ചോക്ലേറ്റെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. അപ്പോൾ ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പെന്ന്, പിന്നെ ഈ ഒരു ലൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് എൻ്റെ റൂമിൻ്റെ തൽക്കാലത്തെ ബെഡൊക്കെ ഉള്ളൊരു ഇത്. ബാക്കിയൊക്കെ ഞാൻ വേറെ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം തൽക്കാലത്തേക്ക് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.